എന്താ സാർ? SI സാറിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം ഇന്ന് വരുന്ന 19-ാം തീയതി ബുധനാഴ്ച. അയ്യോ, ഞാനുണ്ടാവില്ല സാർ. നിനക്കിത് കണ്ടറിഞ്ഞൂടെ ചെക്കിങ്ങാണ്. എന്തിനാ നിന്റെ ഹെൽമെറ്റ്? അതാ സാർ. അതെപ്പോഴാണല്ലോ സാർ, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകും, പെട്ടെന്ന് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. 100 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നീ പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ വെക്കും. നിന്റെ സാറേ, ഇതിൽ ഇവന്റെ ഭാഗത്താ ന്യായം. എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇത് തല വെക്കാൻ പറ്റത്തില്ല. ഒങ്ങത്തില്ല സാർ. ഞാൻ 100 കിലോമീറ്റർ സ്പീഡ് എവിടെ പോയതാ? ബിവറേജിൽ പോയാണ് സാർ. സാർ, നല്ലൊരു ന്യൂ ഇയർ അല്ലേ? ഞാൻ, പ്രദീപ്, സുനിയാണ്, അമ്മ 4 പേര് ഷെയർ ഇട്ട് ഒരു ചെറുതെടുക്കാന്ന് വിചാരിച്ച ന്യൂ ഇയർ അല്ലേ? നിന്റെ അമ്മയും കള്ളു കുടിക്കും? അമ്മ കുടിക്കൂല. അമ്മയ്ക്ക് പെൻഷൻ വന്ന പൈസ ചെറിയൊരു പൈസ അങ്ങോട്ട് മറിക്കും. ഒരു പാമ്പടിച്ച സ്ത്രീയുടെ പൈസ എടുത്തോണ്ടാ നീ കള്ളു കുടിക്കാൻ പോന്നെ? തിരിച്ച് മറിക്കും. അത് എവിടുന്ന്? അച്ഛന് പൈസ വരുമല്ലേ, പെൻഷൻ വരുമല്ലേ അടുത്ത മാസം, അത് ഇങ്ങോട്ട് മറിക്കും. അപ്പൊ അച്ഛന് നീ എവിടെ തിരിച്ചു കൊടുക്കും? സാറേ, അമ്മമ്മയുടെ പെൻഷൻ വരുമ്പോൾ പിന്നെ അത് വെറുതെ വെച്ചോണ്ടിരിക്കണോ? അതിങ്ങോട്ട് മറിക്കില്ലേ? മറുപ്പ് തന്നെ സാറേ ജീവിതം. അപ്പൊ ഇതിനിടയ്ക്ക് നിനക്ക് പണിയൊന്നുമില്ലേ? സാർ, ഇത് ന്യായമാണ് പറ സാർ. സാർ, ഇത്രയും മറിപ്പിനിടയ്ക്ക് ഞാൻ എവിടെ പണിക്കുവാനാണ് സാർ? പിന്നെ ആശ്വാസം കുറച്ച് നാളോട് കഴിഞ്ഞത് തീരുമല്ലോ എന്നുള്ളതാണ്. അപ്പൊ നിനക്ക് ജോലി കിട്ടുമായിരിക്കും? എനിക്ക് ജോലി കിട്ടൂല, പിന്നെ എനിക്ക് പെൻഷൻ ആവുമല്ലോ, പിന്നെ ആരെ ആശ്രയിക്കാതെ എനിക്ക് സ്വന്തമായിട്ട് കുടിക്കാമല്ലോ സാർ. കൂടുതൽ വാചം അടിക്കാതെ പെറ്റി അടച്ചിട്ട് പോടാ. ഒരു പാവ സ്ത്രീയുടെ പെൻഷൻ കിട്ടിയ പൈസയാണ് നിങ്ങൾ രണ്ടുപേരുടെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നത്. വേണ്ടേ, ഞാൻ സ്വാമിയായി പോയി അല്ല ഉണ്ടല്ലേ. എനിക്ക് താടിയുടെ ലോജിക്ക് അങ്ങ് പിടിച്ചു. സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഞാൻ ബിവറേജ് കൊണ്ട് കൊടുത്താലും നിങ്ങളുടെ ഇപ്പം തന്നാലും ഇത് ഗവൺമെന്റിലേക്കാണോ വരുന്നത്? സാറ് പറ, ഞാൻ എങ്ങനെ ഗവൺമെന്റിനെ സഹായിക്കും? സാറേ, ഇപ്പം പൈസ ഇല്ലാതെ ഇവിടെ കിടന്ന് ചവിട്ടിത്തേക്കുവാ. സാറേ, ഞാൻ അവനെ കൊല്ലട്ടെ സാറേ. ചുമ്മാ സാർ അവരെ വിട്. സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പുള്ളി നിങ്ങളുടെ ഡ്രൈവറല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് DGP കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ അധികം ഡ്രൈവർമാർക്കല്ലേ? സാറേ, അവരെ പൈസ ഇല്ലേ മറ്റേത് പോയില്. എടാ, ഇവിടെ ഇപ്പൊ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നീ മാന്യമായിട്ട് പെറ്റി അടച്ചിട്ട് നിനക്കൊണ്ടത് പോകാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, SI സാറിന്റെ കയ്യിൽ നിന്ന് ലാത്തിക്ക് ഒരു അടി മേടിക്കണം. ഏത് വേണോ നീ തീരുമാനിക്കും. സാർ, ഫോൺ ഫ്രണ്ട്. അങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അത് എന്റെ ഫ്രണ്ടിനെ ഒന്ന് ഫോൺ വിളിക്കണം. എന്തോ ചെയ്. എടാ, എന്നെ ഇവിടെ പോലീസ് പിടിച്ചടാ. എടാ, ഹെൽമെറ്റ് വെക്കാത്തതിന്. എന്റെ പൊന്നുമയിര്, ഏതായാലും തല വെക്കൂ. ഇപ്പൊ 2 ഓപ്ഷനാണ്. ഒന്ന് പെറ്റി അടയ്ക്കണം, അല്ലെങ്കിൽ SI സാറിന്റെ ഒരു അടി മേടിക്കണോ? ഇത് നല്ലൊരു ന്യൂ ഇയർ ആയിക്കോട്ടെ. ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ ഓപ്ഷൻ 2 അടി. ഓപ്ഷൻ 2 അടി. അടി ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണല്ലോ. അതെ അതെ. അപ്പൊ അടിയുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഓപ്ഷൻ 2 അടി. സാറേ, അവൻ അടി മതിയെന്ന്. അവനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ. എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പച്ചിയുടെ വീട്ടിൽ പോയിട്ട് വന്നാ പോലീസ് പിടിച്ചോടാ. അപ്പച്ചിയുടെ വീട്ടിൽ പോകുന്ന ഇത്ര വലിയ കുറ്റമാണ്? അതല്ലെന്ന്. അപ്പച്ചി പറഞ്ഞ് എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയില്ലയോ, ഇവിടെ ഇച്ചിരി ഇടിയിറച്ചി ഇരിപ്പുണ്ട്, അത് പൊതിഞ്ഞോട്ട് പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്ത പൊതി മാറിപ്പോയി. അപ്പച്ചിയുടെ മോൻ അവിടെ പൊതി പൊതിഞ്ഞു വെച്ചിരുന്നു, അതാ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. അപ്പച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചിലാ. അപ്പൊ പഞ്ചാബിൽ തഞ്ചി കുഞ്ചും മണവാട്ടി പെണ്ണാണു നീ എന്ന് വെച്ചാ നിന്റെ ഇറച്ചിൽ ഇന്ന് ഇടി കൊള്ളും. അപ്പൊ ഇടിയും കൊള്ളുവോ? ഉറപ്പായിട്ട് കിട്ടും. ഇവിടെ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കാതെ മോളിൽ നിന്ന് ആരെങ്കിലും കൂടി വിളിപ്പിച്ച് ഇറങ്ങാൻ നോക്ക്. നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് വേണ്ടി മോളിൽ നിന്ന് ആര് വിളിക്കാനാ എന്റെ പൊന്നു ചേട്ടാ? കേളല്ലേ ഇപ്പൊ പറഞ്ഞ അപ്പച്ചി ഹൈ റേഞ്ചിലാന്ന്. അപ്പച്ചോട് വിളിക്കാൻ പറ. സാറേ, നമ്മൾ തമ്മിൽ റോഡ് വെച്ചൊരു കശപിശ വേണം. പിന്നെ വണ്ടിയുടെ ബാക്കിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട്, അതുപോലെ. പോട്ടെ സാറേ. എന്താണ്? അല്ല, ബിവറയിലോട്ടങ്ങ് പോട്ടെ.